ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്നാക്സ് തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കവും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ജീരകമൊക്കെ ചേർത്ത് പൊടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അല്ലാത്തതാണെങ്കിൽ 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് പാകമായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ 400 ഗ്രാം ചിക്കൻ, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം വേവിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതാ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. 2 എണ്ണം അത്യാവശ്യം വലുതും 1 ചെറുതുമാണ്. ഇപ്പോൾ 2 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് മസാലയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിലും ചേർത്താണ് വേവിച്ചത്, ചിക്കനിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് മൊത്തമായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. അധികം ലൂസാവാതെ വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പം ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ലൂസ് മതി, അധികം ലൂസായി പോവേണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ ചെറിയ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേർമയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഒരു 3 സ്ലൈസ് ബ്രെഡൊക്കെ മതി കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നീക്കിയിട്ട് അത് മാത്രം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനിതാ നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈസ് എടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനിതാ നമ്മളുണ്ടാക്കിയ ഫില്ലിങ്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. സൈഡിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഷീറ്റിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. മുട്ട വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് മസാല മാത്രമായാലും മതി. പക്ഷെ മുട്ടയും കൂടിയും ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. ഇനി നമുക്കിത് മടക്കി കൊടുക്കാം. നല്ല ടൈറ്റ് ആക്കിയിട്ട് മടക്കി കൊടുക്കാം.
ഇനി ഇതിൻ്റെ അറ്റത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മൈദമാവിൽ നിന്ന് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് മടക്കി കൊടുക്കണേ. ഇനി ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡിലും കുറച്ചുകൂടെ ഒന്ന് മസാല വെച്ചിട്ടൊന്ന് ഫില്ലാക്കി കൊടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ടൈറ്റാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് മൈദ മാവിൽ മുക്കി കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ അറ്റം മാത്രം ഒന്ന് കോട്ട് ചെയ്താൽ മതിയേ. ഇനി മറ്റേ അറ്റവും ഇതുപോലെ തന്നെ മൈദ മാവിൽ മുക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിതാ കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കാം. ഇതുപോലെ ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. നോമ്പുതുറക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റുള്ള വേറെയും ഇഫ്താർ സ്പെഷ്യൽ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.